കഴിഞ്ഞ ഒരു വർഷമായി മലങ്കര മാർത്തോമാ സുറിയാനി സഭയും കുവൈറ്റിലെ ഒരു വിഭാഗം മാർത്തോമാ സഭാ വിശ്വാസികളുമായി നിലനിന്നിരുന്ന തർക്കം അവസാനിച്ചതായി സഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 49 വർഷമായി നിലനിന്നിരുന്ന കുവൈറ്റ് മാർത്തോമാ ഇടവക പിരിച്ചുകൊണ്ട് സെന്റ് ജോൺസ്, സെന്റ് പീറ്റേഴ്സ്, സെന്റ് ജെയിംസ് എന്നിങ്ങനെ 3 വ്യത്യസ്ത ഇടവകകൾ രൂപീകരിച്ചതിനെതിരെ ഒരു വിഭാഗം സഭാവിശ്വാസികൾ രംഗത്ത് വന്നതോടെയാണ് തർക്കങ്ങൾ ആരംഭിച്ചത്. സഭാ സിനഡിന്റെ തീരുമാനപ്രകാരം 3 വ്യത്യസ്ത ഇടവകകൾ രൂപീകരിച്ചപ്പോൾ കുവൈറ്റ് മാർത്തോമാ ഇടവക എന്ന പേര് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വിശ്വാസികൾ മാർത്തോമാ സഭാ പരമാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇവരുടെ ആവശ്യം അദ്ദേഹം നിരസിച്ചതിനെ തുടർന്ന് വിമത വിഭാഗത്തിലെ നേതൃനിരയിലുള്ള 21 പേർ ചേർന്ന് സഭാമേലധ്യക്ഷനെതിരെയും സഭയ്ക്കെതിരെയും കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. തുടർന്ന് അബ്ബാസിയ മറീന ഹാളിൽ വിമത വിഭാഗം ആരാധന നടത്തിവരികയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി പുതിയ കുർബാന സ്വീകരിക്കൽ അടക്കമുള്ള സഭാ നടപടികൾ വിമത വിഭാഗത്തിന് ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 2 തവണ കുവൈറ്റ് സന്ദർശനം നടത്തിയ മാർത്തോമാ സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തയുമായി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും സഭയ്ക്കെതിരെ നൽകിയ കേസ് പിൻവലിച്ച് ആരാധന തടസ്സപ്പെടുത്തിയതിന് ക്ഷമാപണം നടത്തുകയും ചെയ്താൽ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്ന സഭയുടെ നിലപാടിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച കേസ് പിൻവലിച്ച് ക്ഷമാപണം നടത്തിയതായാണ് സൂചന. ഇതേ തുടർന്നാണ് പ്രശ്നപരിഹാരത്തിനായി മാർത്തോമാ സഭയുടെ വികാരി ജനറൽ കെ.ഒ. ഫിലിപ്പോസിനെ ഇടവകയുടെ വികാരിയായി താൽക്കാലികമായി ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം വെബ്സൈറ്റിൽ വന്നത്. എന്നാൽ കുവൈറ്റ് മാർത്തോമാ ഇടവക എന്ന പേര് തന്നെ പുതിയ ഇടവകയ്ക്ക് നൽകുമോ എന്ന കാര്യം വ്യക്തമല്ല. മാർത്തോമാ സഭയുടെ എപ്പിസ്കോപ്പൽ സിനഡ് കൂടിയാലോചിച്ച ശേഷം ഏപ്രിൽ അവസാന വാരം ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത കുവൈറ്റിലെത്തി പുതിയ ഇടവക രൂപീകരിച്ചുകൊണ്ടുള്ള കൽപ്പന നൽകുമെന്നാണ് അറിയുന്നത്. കുവൈറ്റിലെ 10,000-ലധികം വരുന്ന സഭാവിശ്വാസികൾ ഇരുചേരിയായി തിരിഞ്ഞാണ് കഴിഞ്ഞ ഒരു വർഷമായി സഭയുടെ പരിപാടികൾ സംഘടിപ്പിച്ചു വന്നിരുന്നത്. പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാകുന്നതോടെ കുവൈറ്റ് മാർത്തോമാ ഇടവകയുടെ 50ാം വാർഷികാഘോഷങ്ങൾ സഭാവിശ്വാസികൾ ഒറ്റക്കെട്ടായി സംഘടിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിനോദ് ബി നായർ, ജീവൻ ന്യൂസ്, കുവൈറ്റ്.